അപ്പോൾ ഈ ഓണം അലിഫോൺ 2024 ഭാഗമായിട്ട് നടത്തിയ കോണ്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്ത ആൾക്കും അവരെ കൂടെ വന്ന ആൾക്കാർക്കും നമ്മൾ സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ പർച്ചേസ് ആൾക്ക് മാത്രമേ ഉണ്ടാവും. ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ വന്ന ആൾക്കും നമ്മൾ സമ്മാനം ഡെയിലി ലിക്വിഡ് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓണത്തിൻ്റെ സീസൺ തുടങ്ങി മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുത്ത എല്ലാ ആൾക്കാരും ഉൾപ്പെടുത്തിയിട്ട് ഒരു ലക്കി ഡ്രോ, ഡെയിലി ലക്കി ഡ്രോ, അതിനകത്ത് ബമ്പർ സമ്മാന വിജയിയായിട്ട് നമുക്ക് 3 ആളെ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിന് ഒന്നാമത്തെ, അതായത് ഈ 3 ആളെ സെലക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്ത ആളും അതുപോലെ തന്നെ കൂടെ വന്നാളും. അപ്പോൾ അതിൽ നിന്ന് 3 ആളെന്ന് വെച്ചാൽ ഒന്നാമത്തെ സമ്മാനം കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ TV ആണ്, LED TV ആണ്. രണ്ടാമത്തെ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീനാണ്. മൂന്നാമത്തെ സൈക്കിളാണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ സമ്മാനം ഇപ്പോൾ എടുക്കാൻ പോയിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇതാണ് അതിൻ്റെ പെട്ടി വരുന്നത്. ഇത് എടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ TM കോർണർ ഓണർ സലാംച്ച എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ഇതാണ് നമ്മളെ പർച്ചേസ് ചെയ്ത ആളുണ്ടാവും, പർച്ചേസ് ചെയ്യാൻ വന്നവരെ കൂടെ വന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, എടുക്കാം. അപ്പൊ ആദ്യം എടുക്കുന്ന സമ്മാനത്തിൽ അവർക്ക് കിട്ടുന്നത് അറിയോ? TV ആണ്. ഓക്കെ, എടുത്തോ. വിജയ് ആരാന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ദേവിന പാർവതി തങ്കയം, ലാസ്റ്റ് 273 മൊബൈൽ നമ്പർ വരുന്നു കേട്ടോ. ദേവന പാർവതി. ഓക്കെ, ഓക്കെ, ഇത് പിന്നെ LED TV കേട്ടോ. ഇത് മാറ്റി വെച്ചോ ഒന്നാമത്തത്. അപ്പൊ രണ്ടാമത്തെ സലാംച്ചാൻ എടുക്കുന്നത്. ഓക്കെ, രണ്ടാമത് വാഷിംഗ് മെഷീൻ ആണ് കേട്ടോ. ആരാണ് വിജയം നമുക്ക് നോക്കാം. ദിൽഷ കെ കൊയങ്കര, ലാസ്റ്റ് 813 മൊബൈൽ നമ്പർ വരുന്നു കേട്ടോ. ദിൽഷ കെ കൊയങ്കര. ഓക്കെ, ഇത് രണ്ടാമത്തെ വിജയ്. ഇവർക്കെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീനാണ് കേട്ടോ. അവന് മൂന്നാമത്തത്. ഇനി അടുത്ത സൈക്കിള്. ആരായിരിക്കും സൈക്കിൾ അടിക്കാൻ നമുക്ക് നോക്കി നോക്കാം അല്ലേ. ഇതിൽ വേറെ കാര്യം വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ സാധനം വാങ്ങിയ ആൾക്കാർ മാത്രമല്ല കൂടെ വന്ന ആൾക്കാരുണ്ടാവും കേട്ടോ ഈ കൂപ്പണിനകത്ത്. ഓക്കെ, മൂന്നാമത്തെ പ്രൈസ് ബൈസൈക്കിളിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ആരാണ് വിജയം നോക്കാം. ഭാഗ്യവാൻ ആരാണ് അൽ അമീൻ എം മണിയനോടി. മണിയനോടി, ലാസ്റ്റ് 757 മൊബൈൽ നമ്പർ കേട്ടോ. 757 മൊബൈൽ നമ്പർ. ഓണം അലിഫോണം പരിപാടിയിലെ നറുക്കെടുപ്പ് 3 നറുക്കെടുപ്പ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പ്രൈസ് നമ്മളിപ്പോ എടുത്തു കഴിഞ്ഞത് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ, തേർഡ് സൈക്കിള്. ഓക്കെ, പിന്നെ നമ്മളിപ്പോ എടുത്തു കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ പർച്ചേസിലില്ലേ ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുള്ള നറുക്കെടുപ്പാണ്. ഇനിയിപ്പോൾ എടുക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഫ്ലാഷ് സെയിൽ ഉണ്ടായി. ഇപ്പോൾ സലാംശലക്കല്ല അറിയാം, 10 ദിവസം നീളുന്ന ഫ്ലാഷ് സെയിൽ ഉണ്ടായി. ഈ ഫ്ലാഷ് സെയിലിനകത്ത് എല്ലാ ആൾക്കാരും, അതായത് ഫ്ലാഷ് സെയിൽ അടിച്ച ആൾക്കാരുണ്ടാവും, അല്ലാത്ത ആൾക്കാരും എല്ലാം ഉണ്ട്. എല്ലാ ആൾക്കാരും ഉൾപ്പെടുത്തിയിട്ട് അന്ന് നമ്മൾ പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അലിഫ് വെറുതെ ഒന്നും പറയില്ല, പറഞ്ഞത് ചെയ്യും എന്തായാലും. ആ പറഞ്ഞ ഉൾപ്പെടുത്തിയ എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിയിട്ടില്ലേ ആൾക്കാരെ ലിസ്റ്റ് ഇതാണ് ഇതിനകത്തില്ല, കൂപ്പൺ ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതെടുക്കാൻ നമ്മൾ നാസർച്ചാണ് PHC പിന്നെ ഉടുമ്പന്തല ഫാർമസിസ്റ്റിന് നാസർച്ച ഇതെടുക്കാൻ പോകുന്നത്. ഒന്ന് കാശിക്കോട് അപ്പം പിന്നെ നമുക്ക് ആരും നോക്കി നോക്കാം. 10 ദിവസം കാത്തുന്ന ആൾക്കാരാണ്. എല്ലാ ഫ്ലാഷിനും നടത്തുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ ഫ്ലാഷിന് നടക്കുന്ന സമയത്തും നമ്മൾ ബമ്പർ സമ്മാന വിജയം ആരായിരിക്കാം കാത്തിരുന്ന് കാണാൻ 10 ദിവസം പറഞ്ഞിട്ടുണ്ട്. ഇത് പൈസ വെച്ച് കഴിഞ്ഞാൽ പ്രീ ബർണറിന്റെ ഗ്യാസ് സ്റ്റോവ്, ഗ്ലാസ് സ്റ്റോപ്പിലെ പ്രീ ബർണർ. ഇതൊന്നുമില്ല കേട്ടോ, വെറുതെ വന്നാണ്. ഒരു പർച്ചേസോ കാര്യം ഒന്നും വേണ്ട. ജസ്റ്റ് ഷോപ്പിലേക്ക് അന്ന് ഫ്ലാഷ് സെയിലിൽ വന്നാൽ അവർ വെറുതെ ആക്കാൻ പാടില്ല. അവരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ വിന്നർ ആരാ നമുക്ക് നോക്കാം. നോക്കൂടെ. അലൈക്ക അജിത്ത് കാരോളം 224 മൊബൈൽ നമ്പർ വരുന്നത്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇത് സെപ്പറേറ്റ് മാറ്റി വെച്ചോ, ഇത് വേറെ തന്നെ സെപ്പറേറ്റ് മാറ്റി വെച്ചോ. അപ്പോൾ നമ്മൾ ഓണം കോൺടെസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഡെയിലി ലക്കി കൂപ്പൺ ഉണ്ടായിരുന്നു. ആ കൂപ്പൺ നറുക്കെടുത്തിട്ട് നമ്മൾ മിനിയാന്ന് നറുക്കെടുത്ത് അതിൽ ഓരോ ആൾക്കാരുടെ ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ അനൗൺസ് ചെയ്തതാണ്. അപ്പോൾ അതിൽ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ വാഷിംഗ് മെഷീൻ പ്രൈസ് വിന്നറായിട്ടുള്ള ദിൽഷ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഗിഫ്റ്റ് കൈമാറാം.
അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവരോട് ചോദിക്കാം. അപ്പോൾ എന്താ പർച്ചേസ് ചെയ്തിട്ട് അലിഫിമാർട്ടിൽ നിന്ന് മൊബൈൽ എടുത്തിട്ടുണ്ടായി? ഏത് ഫോണാണ് എടുത്തത്? ഓപ്പോൻ്റെ ഫോൺ എടുത്തിട്ടുണ്ടായി. ഓക്കെ, അപ്പോൾ ഓപ്പോൻ്റെ ഒരു ഫോൺ എടുത്തു, അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഈ ഓണം അലിഫോണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വാഷിംഗ് മെഷീനും കൂടി കിട്ടി. അപ്പോൾ എന്താ പറയാനില്ല ഈ ഒരു സമയത്ത്? സന്തോഷം. ഓക്കെ, പുള്ളി നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ നിശകുട്ടി സന്തോഷത്തിലല്ലേ? ഓക്കെ. അടുത്തായിട്ട് നമ്മളെ ബമ്പർ പ്രൈസ്, അതായത് നമ്മളെ 32 ഇഞ്ച് LED TV വിൻ ചെയ്തിരിക്കുന്നത് നമ്മളെ ദേവന പാർവതിയാണ്. നമ്മളെ ദേവനക്കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ പ്രൈസ് വാങ്ങാൻ വേണ്ടി ഫാമിലി ആയിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. നമ്മളെ ഏറ്റവും നല്ല കസ്റ്റമേഴ്സും കൂടിയാണ്. ഏറ്റവും സ്ഥിരമായിട്ട് നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യുന്ന എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും എന്നെ പേഴ്സണലായിട്ടും നമ്മുടെ ഷോപ്പിലേക്ക് എല്ലാ എൻക്വയറി കാര്യങ്ങളും വിളിക്കുന്ന കസ്റ്റമറാണ്. അപ്പോൾ ദേവനക്കുട്ടിക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മളെ അക്കിവേരെ RSO ജേട്ടൻ വന്നിട്ടുണ്ട്. ജേട്ടനെ കൊണ്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുപ്പിക്കാം. ഒരു ജസ്റ്റ് ഇതിങ്ങനെ ഇത് കൊടുത്തു ജേക്കെ, ഇതിവിടെ വെച്ചിട്ട് ഇതിങ്ങനെ കൊടുക്കും. ഒരു മിനിറ്റ്. ത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ഈ ഓണം അലിഫോണം കോൺടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഡെയിലി ലക്കി ഡ്രോ കൂപ്പൺ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത 3 വിന്നേഴ്സിനെ നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തു. അതിൽ നമ്മൾ ബാക്കി 2 ഗിഫ്റ്റുകൾ കാര്യങ്ങൾ കൊടുത്തു. അപ്പോൾ മൂന്നാമതൊരു ഗിഫ്റ്റായ നമ്മളെ സൈക്കിൾ കിട്ടിയിരിക്കുന്നത് അൽ അമീനാണ്. അപ്പോൾ നമുക്ക് അൽ അമീന് സൈക്കിൾ കൈമാറാൻ വേണ്ടിയിട്ട് നമ്മളെ നാഗരാജ് ഭട്ടിനെ ക്ഷണിക്കാം. കൊടുക്കുന്നു, ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി. ഒരു ഫോട്ടോ എടുക്കാം, വാങ്ങിക്കോ. അപ്പോൾ അൽ അമീൻ ഫാമിലി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മളെ സൈക്കിൾ കൈപ്പറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പർച്ചേസ് ചെയ്തിട്ടുണ്ടായി ലിഫിമാർട്ടിൽ നിന്ന്? മൊബൈൽ സർവീസിന് വന്നത്. അപ്പോൾ നമ്മളെ സർവീസ് സെക്ഷനിലേക്കാണ് വന്നത്, പർച്ചേസിങ്ങിനല്ല. നമ്മളെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കോമ്പറ്റീഷനിൽ സെയിൽസിൽ മാത്രമല്ല സർവീസിന് വന്ന കസ്റ്റമറെ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ മൊബൈൽ സർവീസിന് വന്ന കസ്റ്റമർക്കാണ് ഇത് കിട്ടില്ലേ. അപ്പോൾ എന്താണ് നമ്മളെ ഷോപ്പിൻ്റെ സർവീസ് കാര്യങ്ങളെ പറ്റി ഒരു 2 വാക്ക് എന്തെങ്കിലും? മൊബൈൽ ശരിയാക്കാൻ കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നാണ്. അപ്പം മൊബൈൽ ശരിയാക്കാൻ കൊടുത്തിട്ട് അന്ന് തന്നെ കിട്ടീന്. നല്ല സർവീസാണ്, വേഗം പെട്ടെന്ന് കിട്ടീന്, പറഞ്ഞ ടൈമിന് തന്നെ. അപ്പോൾ നമ്മളെ ഓണം കോൺടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഡെയിലി ലക്കി കൂപ്പൺ, നമ്മളെ ഫ്ലാഷ് സെയിൽ, അങ്ങനെ ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല അതിൻ്റെ വിന്നേഴ്സ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ സെലക്ട് ചെയ്ത് ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നടന്ന ഫ്ലാഷ് സെയിൽ നിങ്ങൾക്കറിയാം, 1 രൂപയ്ക്ക് സ്ക്രീൻ കാർഡ്, 10 രൂപയ്ക്ക് ഒരു ഇയർഫോണ്, 149 രൂപ കുക്കർ, ഇങ്ങനെ നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്ത് ഏതൊരു കസ്റ്റമർക്കും നമ്മൾ ഒരുപാട് ഗിഫ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അന്ന് ഗിഫ്റ്റ് കിട്ടാതെ പോയ കസ്റ്റമർക്ക്, അതായത് അന്ന് വന്നിട്ട് ഗിഫ്റ്റ് കാര്യങ്ങളൊന്നും കിട്ടാത്ത കസ്റ്റമർക്ക് നമ്മൾ ഡെയിലി വന്നവരുടെ പേരുകളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു ലക്കി ഡ്രോ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വിന്നറായിട്ടുള്ള നമ്മളെ അലൈക അജിത്താണ്. അപ്പോൾ നമ്മളെ അലൈക അജിത്തിന് നമ്മളിന്ന് കൊടുക്കുന്ന ഒരു 3 ബർണർ ഗ്യാസ് സ്റ്റവ് ആണ്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി നമ്മളെ ബജാജിൻ്റെ FOS ശരത്തിനെ ക്ഷണിക്കുന്നു. ഇത് അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ വർഷവും നമുക്ക് ഈ ഓണം അലിഫോണം എന്ന കോൺടെസ്റ്റ് എല്ലാ വർഷവും ഓണത്തിന് സെപ്പറേറ്റ് ഉണ്ടാവും. ബാക്കിയിൽ ഒരുപാട് കോൺടെസ്റ്റുകളും ഒരുപാട് ഓഫറുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പിന്നെ എല്ലാ ആൾക്കാരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ അലിഫിമാർട്ട് ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട് അതുപോലെ Instagram പേജ് ഉണ്ട്, അതുതന്നെ ഫോളോ ചെയ്യുക. പിന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ വിജയികൾക്ക്, എല്ലാ വിജയികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. താങ്ക് യു. ഈ ഓണം അലിഫോണം.